കണ്ടോ, നല്ല കിടില റെഡ് കളർ സ്ട്രോബെറി. നമ്മൾ വട്ടവട ഹണി മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി പാസ് ഉണ്ട്, 50 രൂപയാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡേ 3 ആണ് മൂന്നാറിലെ. സോ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം വട്ടവട എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പോകുന്ന റൂട്ട് നല്ല കിടിലം റൂട്ടാണ്. സോ ആ ഒരു റൂട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അരവിന്ദ്, നീ റെഡിയാ? ആ, ക്ലോസ് ചെയ്ത്. നമ്മൾ പോകുന്നത് വട്ടവടയായിരിക്കും. വട്ടവട നല്ല സ്ഥലമാണെന്നാ കേട്ടേടാ. ഒരു നാച്ചുറൽ വില്ലേജ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വില്ലേജ് ആണ് അവിടെ ഉള്ളത്. സോ നമുക്ക് അതായിരിക്കും ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഗാമിക്കുട്ടിനെ പൊക്കാം. ആ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് അവിടെ. സോ നമുക്ക് ഗാമിക്കുട്ടിനെ എടുക്കാം. നല്ല വെയിലുണ്ട്, വണ്ടിയൊക്കെ തിളച്ച് കിടക്കിയിരിക്കും. നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു വട്ടവട. നമ്മൾ കുണ്ടള ഡാം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എക്കോ പോയിന്റിന്റെ തൊട്ടടുത്താണ് ഈ ഒരു വ്യൂ പോയിന്റ്. സോ ഇങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ സ്ഥലം ഒന്ന് കാണിച്ചുതരാം. ഇതാണ് സ്ഥലം. ഇതാണ് സ്ഥലം. ഇവിടെ ഡ്രോൺ പറത്താൻ തോന്നല്ലേ? നമ്മളങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് വട്ടവടയാണ്. പോകുന്ന വഴിക്ക് ഒരു ഡാം ഉണ്ട്, കുണ്ടള ഡാം എന്ന് പറയും. ബട്ട് അവിടെ ഇറങ്ങുന്നില്ല, അവിടെ വെള്ളം എന്തായാലും കാണത്തില്ല ഈ ഒരു ടൈമിൽ. സോ നമ്മൾ സ്ട്രെയിറ്റ് ടു വട്ടവട. ഇവിടെ കുറച്ച് വെജിറ്റബിൾ ഫാം എന്ത് കാണാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയുന്നില്ല. ബട്ട് അവിടെ വെജിറ്റബിൾ ഫാം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് വട്ടവട പോയിട്ട് നമ്മൾ തിരിച്ചു വരും. സോ നിങ്ങൾ മൂന്നാർ വരുമ്പം ഈ സ്പോട്ടിലൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ തിരിച്ചു വരണം. അതാണ് ഒരു എക്സ്പീരിയൻസ് ട്രിപ്പിന്റെ. അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട്. നമ്മൾ വട്ടവട ജീപ്പ് എടുത്തിട്ട് പോവുകയാണ്. സോ ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറത്തെ കാഴ്ചകളുണ്ടെന്നാണ് കേട്ടത്. അപ്പം നമ്മളിപ്പോൾ ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകൾ കാണിച്ചുതരാം. നമ്മളെല്ലാവരും ജീപ്പ് കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആമിക്കുട്ടതായിരിക്കും ജീപ്പ് സഫാരി പോവുക. അറിയാവുന്ന സെറ്റല്ലേ ആമിക്കുട്ടോ? ആണല്ലേ? നമ്മൾ പോകുന്നത് ആ മലയുടെ ടോപ്പിലോട്ടാ. ഇവിടെ വെളുത്തുള്ളിയൊക്കെ കണ്ടോ? ഓ, ചാക്ക് കണക്കിന് നല്ല മണം കേട്ടത്.
ഇവിടെ ചെറിയൊരു ഓഫ് റോഡ്. നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്നത് കോവിലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ്. ഇവിടുത്തെ കൊച്ചു കൊച്ചു കടകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം ഏതാ ബ്രോ? ആദ്യം നായാട്ട് ഷൂട്ടിംഗ് സ്പോട്ട്. നായാട്ട് ഷൂട്ടിംഗ് സ്പോട്ട്. ആദ്യം നായാട്ട് മൂവി ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ബ്രോ ഇവിടെ ഈ ഭ്രമരം ഷൂട്ടിംഗ് സ്പോട്ട് എവിടെ? അത് ഇവിടെയാണോ? കാന്തല്ലൂരാണ്. ഓക്കെ. വട്ടവടയിൽ ഏറ്റവും വലിയ റിസോർട്ടാണ് ഇതാ ഈ കാണുന്ന കോവിലൂർ റിസോർട്ട്. കോവിലൂർ പഞ്ചായത്തിൽ തന്നെ വരുന്നുണ്ട് കോവിലൂർ റിസോർട്ട്. വട്ടവടയിൽ ഏറ്റവും വലിയ റിസോർട്ട് കണ്ടോ, കിട്ടില്ല. യൂക്കാലി മരങ്ങൾ കൊണ്ടുവന്ന ലോറിയാണ്. ഈ റോഡ് ഇങ്ങനെ ആവാൻ കാരണം ഇത്രയും ഹെവി ടണ്ണുള്ള ലോറികൾ പോയാണ്. യൂക്കാലി ഈ ലോറിയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ നായാട്ട് മൂവിയുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മൾ ഈ ഒരു ജീപ്പിലാണ് വന്നത്. 2500 രൂപയാണ് ജീപ്പിന്റെ റേറ്റ്. നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ കാണാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് നായാട്ട് മൂവി നടന്ന സ്ഥലം. കിട്ടില്ല ഒരു ഏരിയയാണ്. ഫാമിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ പോലൊക്കെ കാണാം. ഇത് പാഷൻ ഫ്രൂട്ടാണ്. നമ്മളിത് ഇവിടെ നിന്ന് മേടിച്ചതിന്. പാഷൻ ഫ്രൂട്ട് എത്ര കിലോ ആണ്? 200 രൂപ കിലോ. എത്ര കിലോ ആണ്? ടേസ്റ്റ് ചെയ്തോ? ഒരു മാസം ഇതല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നതാണോ? ഉണങ്ങില്ല ഇത് കളിക്കുന്നു. ഇത് കളിക്കുന്നു. ഇതിങ്ങനെ ഉണങ്ങിയാലും പേടിക്കണം. പാഷൻ ഫ്രൂട്ട് ചേച്ചി ഇത് അത് കളിച്ചു നോക്കും. ഇങ്ങനെ ഉണങ്ങിയാലും പേടിക്കണ്ട. ഇതിങ്ങനെ ഉണങ്ങിയാലും നിങ്ങൾ പേടിക്കാറുണ്ട്. 1 മാസം മേളിൽ. നിങ്ങൾ വട്ടവട ഫസ്റ്റായിട്ട് ജീപ്പ് സഫാരി എന്തായാലും എടുക്കണം. 2500 രൂപയാണ് ഒരു ജീപ്പിന് വരുന്നത്. ഒരു ഫുൾ ജീപ്പിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ 2500 ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. 4-5 സ്ഥലത്ത് കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ നായാട്ട് മൂവി കുഞ്ചാക്കോ ബോബൻ്റെ ആ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ കാട്ടു തീയൊക്കെ വന്ന് കുറേയൊക്കെ കരിഞ്ഞടക്കുക ചെടികൾ. സോ ഇതാണ് ആ ഒരു വ്യൂ. അപ്പം നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. എല്ലാം കയറി സെറ്റ് ചെയ്ത് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അടുത്ത എങ്ങോട്ടാ ബ്രോ? ട്രൈബൽസിന്റെ ഏരിയയിലോട്ടാണ് അടുത്ത നമ്മൾ പോകുന്നത്. നമുക്കവിടെ ട്രൈബൽസിനെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. അവരുടെ താമസിക്കുന്ന വീടും അവര് കൃഷി ചെയ്യുന്ന സ്ഥലം. ഓക്കെ. അവരൊക്കെ എവിടെയാണ് ബ്രോ? സ്റ്റേ ഉണ്ടല്ലോ. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത അങ്ങോട്ടാണ് പോകുന്നത്. യൂക്കാലി ലോഡ് കയറ്റുന്നതാണ്. യൂക്കാലി ലോഡ് കയറ്റുന്ന സ്ഥലം. അതെ അതെ. ഓ ഗൈസ്, ലോഡ് കയറ്റുന്നുണ്ട്. യൂക്കാലി ലോഡുകളാണ് ഈ കയറ്റുന്നത്. കട്ട് ചെയ്ത് ഒരു അങ്ങ് ദൂരെ കാണുന്ന കുറച്ച് വീടുകളുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിഞ്ഞൂടാ.
അതാണ് ഇവിടുത്തെ ട്രൈബൽസിൻ്റെ വില്ലേജ്. നമുക്കവിടെ എൻട്രി ഇല്ല, നമുക്ക് ദൂരെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. ട്രൈബൽസ് എല്ലാം അവിടെയാണ് താമസിക്കുന്നത്. അവർ സെല്ല് ചെയ്യുന്ന ഹണിയൊക്കെ ഇവിടെ ഹണി മ്യൂസിയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ അവിടെയും പോകുന്നുണ്ട്. നമുക്ക് ആ ദൂരെ മൈന്യൂട്ടായിട്ട് കാണുന്ന ആ വീടുകളാണ് ട്രൈബൽസിൻ്റെത്. സോ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫുൾ യൂക്കാലി മരങ്ങളാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടുവേണമല്ലോ, അത് കട്ട് ചെയ്തൊക്കെ അവർ ലോഡ് കയറ്റുന്നത് ലോറിയിലൊക്കെ. സോ അതാണ് ട്രൈബൽ വില്ലേജ്. നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ്. വട്ടവടയിൽ ഒരു കിട്ടിൻ്റെ ഒരു വ്യൂ പോയിന്റ്. സോ ജീപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. വ്യൂ കണ്ട ഗൈസ്, ഇതാണ് വ്യൂ. ഓ മൈ ഗോഡ്, ആ കാണുന്നതാണ് നമ്മൾ കയറി വന്ന വില്ലേജ്. വട്ടവടയിലെ വില്ലേജ് ആണ് ഗൈസ്. നമ്മൾ വന്ന ജീപ്പ് ഇതാണ്. നമ്മൾ ജീപ്പ് ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കും. ബാക്ക് സൈഡൊക്കെ കണ്ടോ, അലകളും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടില്ല ഒരു ടോപ്പ് വ്യൂ. വട്ടവട ട്രക്കിങ്ങിന് വന്നേക്കാണ് ഗൈസ്. ട്രക്കിങ്ങിന് വന്നേക്കാണ്. ആ എടുക്കാം. ഇതാണ് വ്യൂ. നമുക്ക് ഇവിടെ നിന്ന് ഏരിയൽ വ്യൂ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ലേ. ഇത് എങ്ങനെയുണ്ടോ വട്ടവട സ്പോട്ട്? നമ്മൾ ഈ ജീപ്പ് റൈഡ് ആദ്യം വിചാരിച്ച് നഷ്ടമായിരിക്കുന്നു, പക്ഷെ വർത്താണ്. നല്ല വർത്താണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത കുറേ സ്ഥലത്ത് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ജസ്റ്റ് ആ വില്ലേജ് വന്നിട്ട് പോയി. പക്ഷെ ഇത്രയും സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞൂടായിരുന്നു. നമ്മളെ വണ്ടി ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഈ ബാക്ക് കാണുന്ന അടിപൊളി ഫോട്ടോസ് എടുക്കാം, കിട്ടില്ല ഫോട്ടോസ് എടുക്കാം. ജീപ്പ് നിങ്ങൾക്ക് ഹയർ ചെയ്യണമെങ്കിൽ ജീപ്പ് ഇരുന്നുകൊണ്ട് തന്നെ നല്ല സൂപ്പർ അടിപൊളി എന്താ പറയാ അല്ലേ കിട്ടില്ല ഷോട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലത്തെ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. സോ താഴെ കാണുന്നതാണ് വട്ടവട വില്ലേജ്. നമ്മൾ അവിടെ നിന്നാണ് കയറി ഇങ്ങ് വരെ വന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ടോപ്പ് വ്യൂവിലാണ്, ടോപ്പ് സ്റ്റേഷനിലാണ് നമ്മൾ വന്നതെന്ന്. സോ നമ്മൾ ഇനി പോകുന്നത് സ്ട്രോബെറി ഫാമിങ്ങിലാണ്. ഹണിയുണ്ട്, ഹണി ഫാക്ടറി ആൻഡ് സ്ട്രോബെറി. അതെ അതെ, നമ്മൾ ആദ്യം പോകണം സ്ട്രോബെറി, ദെൻ നമ്മൾ ഹണി ഫാക്ടറി, ഹണി മ്യൂസിയം, അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. സോ അവിടെയൊക്കെ ആയിരിക്കും പോകുന്നത്. ജീപ്പിൽ തന്നെ വരണം, മസ്റ്റ് റെക്കമെൻഡഡ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ വട്ടവട വന്ന് ജസ്റ്റ് വന്ന് കണ്ട ഭയങ്കര ബോറായിട്ട് തോന്നത്തുള്ളൂ. ജസ്റ്റ് വില്ലേജ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ജീപ്പിൽ വന്നാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാകും എനിക്ക് അറിയത്തില്ലായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, വെർത്താണ്. നമ്മൾ ജീപ്പ് എടുത്ത് വരുന്നത് വെർത്താണ്. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റ് സ്ഥലം. ആമിക്കുട്ടന് ഇഷ്ടമായ? ഓ പിടിച്ചിരിക്കുക. അടുത്ത് എവിടെയാണ് എത്തിയേക്കുന്നത്? സ്ട്രോബെറി ഫാമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ കയറി സ്ട്രോബെറി പറിക്കാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം. ഇവിടത്തേക്ക് വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ ഈ ബാക്കിൽ കണ്ടോ, മൗണ്ടൻസ്, മലനിരകൾ, ജീപ്പ്. നമ്മൾ വന്ന ജീപ്പ് അവിടെ കിടക്കുകയാണ്. ഓഫ് റോഡ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ആണ്. നല്ല ഓഫ് റോഡ് ഉണ്ട്. ഇത് പക്കാ വില്ലേജ് ആണ് കേട്ടോ. ഈ വട്ടവടയിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. ആൾക്കാർക്കൊക്കെ നല്ല സ്നേഹമുണ്ട്. അതെ അതെ. ഒരു കിലോ ഫ്രൂട്ട് മേടിക്കുമ്പോ നമുക്ക് ഒരു ഏട്ടെണ്ണം അതിനെ തിന്നു നോക്കാൻ പറ്റും. ഇവിടെ ഇങ്ങോട്ടാ ഇവിടെ ക്യാബേജിന്റെ ഫാമും ഉണ്ടല്ലോ. ആ ക്യാബേജിന്റെ ഫാം, ക്യാബേജ്, സ്ട്രോബെറി, വലിയ സ്ട്രോബെറി. ഇവിടുത്തെ സ്ട്രോബെറി ഉണ്ടോ? അടിപൊളി സ്ട്രോബെറി. നമുക്ക് ഇവിടുന്ന് തന്നെ പറിക്കാനൊക്കെ പറ്റും. വ്യൂ ഉണ്ടാ ഗൈസ്, കിട്ടിയ വ്യൂ.
ഇതാണ് സ്ട്രോബെറി ഫാം. സ്ട്രോബെറി ഒക്കെ നോക്കി, നല്ല അത്യാവശ്യം സൈസുള്ള സ്ട്രോബെറി കേട്ടോ. നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് കുറച്ച് ചെറുതായിരുന്നു, പക്ഷെ ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിക്ക്. ഇവിടെ ഫുൾ സ്ട്രോബെറിയാണ്. ഇപ്പം ആപ്പിളിൻ്റെ സീസൺ ഒന്നുമല്ല, അതുകൊണ്ട് ആപ്പിൾ ഫാമിങ് ഇപ്പം ഇല്ല. ബട്ട് സ്ട്രോബെറി ഒത്തിരി ഉണ്ട് എല്ലായിടത്തും. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഒരു സ്ട്രോബെറി പറിക്കാം. ഇതാ, നമുക്ക് ഇതൊരെണ്ണം പറിക്കാം, നല്ലതാണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ള സ്ട്രോബെറി കേട്ടോ. ഇത് കഴിച്ചു നോക്കാം. നല്ല മധുരമുള്ള സ്ട്രോബെറി ഗൈസ്, സൂപ്പർ സാധനം. ഇവിടെ കിലോ എവ്വളോ ബ്രോ? 600 1 കിലോ. 1 കിലോ ആണല്ലേ? സ്ട്രോബെറി 600 രൂപയാണ് കിലോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള. അതെ അതെ ബ്രോ, ലിമിറ്റ്ലെസ് സ്മെല്ല്. ഫുൾ സ്ട്രോബെറി ആണ് ഗൈസ്. ഗൈസ് ഇതൊക്കെ നമ്മുടെ ജീപ്പ് സഫാരിയുടെ ഒരു പാർട്ടിലാണ്. നമുക്ക് ഇവിടെ വന്ന് ഈ സ്ട്രോബെറി ഇഷ്ടമുള്ളത് പറിച്ച് കഴിക്കാം. ഇവിടുന്ന് മേടിക്കാൻ ചെയ്യാം. കിലോ 600 ആണ്. വലിയ സൈസുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള, പുളിപ്പോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ടേസ്റ്റ് ഉള്ള സ്ട്രോബെറി. ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ള സ്ട്രോബെറി. കണ്ടോ, നല്ല കിടില റെഡ് ഉള്ള സ്ട്രോബെറി. നല്ല സ്ട്രോബെറി അല്ലേ ചേച്ചി? നമ്മൾ മേടിക്കുന്നതാണ്. നമുക്ക് തന്നെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് ഈ ഒരു ബാസ്ക്കറ്റ് ഇട്ട് തൂക്കി നമുക്ക് മേടിക്കാം. കിടില ഒരു സ്ട്രോബെറി ഫാമാണ് ഗൈസ്. നമുക്ക് ഇഷ്ടമുള്ള പറിച്ച് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതില്ലേ, അതൊരു ഡിഫറെൻറ്റ് സംഭവമാണ്. നമുക്കിനി ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. വലിയ ചോപ്പറി പിടിച്ചെടുത്തോ? വലിയ ചോപ്പറി. നമ്മൾ അടുത്ത് പോകുന്നത് ഹണി മ്യൂസിയത്തിലോട്ടാണ്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, നമ്മളത് സ്കിപ്പ് ചെയ്ത കാരണം നമുക്ക് തിരിച്ച് മൂന്നാറിൽ എത്തേണ്ടതാണ്. 6 മണിക്ക് ശേഷം വട്ടവട ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യും. സോ അതിന് മുമ്പ് നമ്മൾ ആ വട്ടവട ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. പിന്നെ ഇപ്പം ചൂട് ക്ലൈമറ്റ് ഉള്ളത് കൊണ്ട് വാട്ടർഫോളിൽ വെള്ളം അധികം കാണത്തില്ല, അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോകുന്നത് ഹണി മ്യൂസിയത്തിലോട്ടാണ്. അപ്പോൾ ഹണി മ്യൂസിയം കാണാം. നമ്മൾ ഹണി മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. ഇവിടെ സ്ട്രോബെറി ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോബെറി, നല്ല സൈസും ഉണ്ട്, നല്ല സ്വീറ്റും ആയിട്ടുള്ള സ്ട്രോബെറി. എനിക്കിട്ടോ സ്ട്രോബെറി ഇഷ്ടപ്പെട്ട. ഇതായിരുന്നു നോക്ക്. ഐ പറ എല്ലാവർക്കും. പോവാം, നമുക്ക് ഹണി മ്യൂസിയത്തിൽ പോവാം. ബ്രോ സ്ട്രോബെറി കിടിലോ അല്ലേ? സ്ട്രോബെറി കിടില, നല്ല ജ്യൂസി ആയിട്ടുള്ള സ്ട്രോബെറി. ഇന്നലെ മേടിച്ചതിനെ കട്ടിക്കൊള്ളാം. വലുതാണ്, ഭയങ്കര ജ്യൂസിയാണ്, മധുരമാണ്. അപ്പോൾ നമുക്ക് ഹണി മ്യൂസിയത്തിൽ പോവാം. ഇനി അവിടുത്തെ ആഴ്ചകളിലോട്ട് പോവാം. ഗൈസ് നമ്മൾ വട്ടവട ഹണി മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി പാസ് ഉണ്ട്, 50 രൂപയാണ്. ഇവിടെ നമുക്ക് പല വെറൈറ്റി ഹണീസ് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നതാണ്. സോ നമ്മളിപ്പം വട്ടവട ഹണി മ്യൂസിയത്താണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. നമുക്കിപ്പോൾ അകത്തോട്ട് കയറാം. നാല് പേര്, കുഞ്ഞിന് ഗൈസ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്, 200 രൂപ 4 ടിക്കറ്റ്. സോ നമുക്കിനി മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറാം. സോ ഗൈസ് നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാം. എന്തുണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, എന്തായാലും വന്നേല്ലേ. എന്ത് പറ്റി?
പറയട്ടെ പറഞ്ഞു. നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ്. ഈ തേനീച്ചക്കൂട്ടില് 3 ടൈപ്സിലുള്ള ബീസുകളാണ് ഉള്ളത്. മെയിൽ ബീസ്, ഫീമെയിൽ ബീസ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്യൂൻ ബീ. ഈ കൂട് നിർമ്മിക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും തേന് പൂമ്പൊടികളെല്ലാം കളക്ട് ചെയ്യുന്നത് ഫീമെയിൽ ബീസുകളാണ്. ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടികളും കഴിച്ചു തീർക്കലാണ് മെയിലിന്റെ പണി. ഈ കൂട്ടിലെ ഒരു മടിയന്മാരെന്നാണ് മെയിലിനെ വിളിക്കുന്നത്. ഇത് റാണിയുമായിട്ട് മെയ്റ്റ് ചെയ്യുന്നതോടെ മെയിൽ ബീസ് ഡെത്ത് ആകുകയാണ് ചെയ്യുക. ക്യൂൻ ബി ഒരു ദിവസം 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവണം. അങ്ങനെ ഇല്ല എന്ന് ഫീമെയിലിന് തോന്നിക്കഴിഞ്ഞാൽ ഫീമെയിൽ തന്നെ അവരെ കൊന്നിട്ട് വേറെ ക്യൂനിനെ അവർ സെലക്ട് ചെയ്തെടുക്കും. സോ ഗൈസ്, നമ്മളിപ്പം ഇവരുടെ ഷോപ്പിൽ കയറി അകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെ ഹണി പ്രോസസ്. അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. സോ അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. കുറേ ടൈപ്പ് ഹണി സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറേ ഷോപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. കീ ചെയിനും അങ്ങനെയുള്ളത്. പിന്നെ കുറേ മെയിൻലി ഷോപ്പിംഗ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ ഇതാണ് ഹണി ഇരിക്കുന്നത്. പല ടൈപ്പ് ഹണിയുണ്ട്. ഏറ്റവും വില കൂടിയ ഹണി റഷ്യൻ ഹണിയാണ്. അത് ഏകദേശം 100 ഗ്രാമിന് തന്നെ 2 ലക്ഷം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ അവരിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് ഓരോരോ ഹണിയാണ്. ടർമറിക് ഹണി, സിനമൺ ഹണി, ഗാർലിക്, പുട്ട് ഹണി, അങ്ങനെ കുറേ ഹണി വെറൈറ്റീസ് ഉണ്ട്. ഇത് നാടൻ ഹണിന്ന്. ഇത് ആംല ഹണി, മാംഗോ, ഡ്രൈ ഫ്രൂട്ട്, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മൂന്നാറിൽ ടിപ്പിക്കൽ കിട്ടുന്ന കുറേ സംഭവങ്ങൾ. ടീ പൗഡർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ സോപ്പ്, ഹാൻഡ് മെയ്ഡ് സോപ്പുകളും കുറച്ച് ടോയ്സ് ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസുകളും. എന്താടാ അത്? പെർഫ്യൂംഡ് ക്രീം. പെർഫ്യൂംഡ് ക്രീം, അതായത് ഇങ്ങനെ ക്രീം പോലെ ഇതായിട്ട് അത്തറിന്റെ സ്മെല്ലാണ്. ഹോട്ട് വീൽ, ഡൈകാസ്റ്റ്, എല്ലാം ഉണ്ട്. ടോയ്സ്, ടെസ്ല. ഇവിടെ ടോയ്സ് എല്ലാ ഐറ്റവും ഉണ്ട്, ഹണി മാത്രമല്ല. ഇതെന്ത് ചെയ്യാൻ? കൊള്ളല്ലോ. വെള്ളം എവിടെ നിറയ്ക്കുന്നത്? വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ അവിടെ നിർത്തോളാം. അത് കൊള്ളാല്ലേ. ഓ, എൻ്റെ ആമിക്കുട്ടി ഉറങ്ങി ടോയ് ഷോപ്പിലെത്തിയപ്പോൾ. ഇവിടെ നിറച്ച് ടോയ്സ് ആണ് ഗൈസ്. ഇത് ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. റോസ്മേരി ലീഫ്, അലോവേറ, റോസ്മേരി വാട്ടർ, യൂക്കാലിപ്റ്റസ് ഓയില്, മസാജ് ഓയില്, ലെമൺ, പുൽത്തൈലം, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേസ് ഇവിടെ. 50 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് ഹണി എങ്ങനെയാണ് പ്രോസസ് ചെയ്യണത്, എത്ര ടൈപ്പ് ഹണി ഉണ്ട്, അതൊക്കെ അറിയാൻ പറ്റും നമ്മളിവിടെ 50 രൂപ ടിക്കറ്റ് എടുത്തത്. പിന്നെ ഇതൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യാം, വലിയ റേറ്റ് ഒന്നും ഇല്ല. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മളപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വട്ടവിട മസ്റ്റ് വിസിറ്റ് സ്ഥലമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇവിടെ ഈ ഒരു ജീപ്പ് സഫാരി എടുക്കുമ്പോൾ വന്ന് കണ്ടിട്ട് പോവുക. തേൻ ഒറിജിനൽ ഇവിടെ മേടിക്കാൻ കിട്ടും, അത്ര തന്നെ. അപ്പം നമ്മളിനി തിരിച്ച് നേരെ മൂന്നാറിലോട്ട് പോവുകയാണ് ഗൈസ്. സോ ഗൈസ്, അപ്പം അതായിരുന്നു നമ്മുടെ മൂന്നാർ ട്രിപ്പും 4 ദിവസത്തെ. നമ്മളിപ്പം 4ാമത്തെ ദിവസം ഏർലി മോർണിംഗ് നമ്മൾ റിട്ടേൺ പോവുക. ഏർലി മോർണിംഗ് അല്ല, ഒരു 10-11 മണിയായി. അപ്പം നമ്മളിന്ന് റിട്ടേൺ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ട്, കമൻറ്റ് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡ്രോപ്പ് ചെയ്യണം. അപ്പം കുറേ കിടിലൻ ട്രാവൽ വീഡിയോസ് നമ്മൾ ഉടൻ വരുന്നതാണ്. അപ്പം അരവിന്ദേ ബൈ ബൈ പറഞ്ഞു. ഓ, നമ്മളിതാ സൈൻ ഓഫ് ചെയ്യുന്നു. അമ്മിക്കുട്ടി ടാറ്റ പറ. അമ്മിക്കുട്ടി പോയി. അമ്മിക്കുട്ടീൻ്റെ അവിടെ എവിടെ പോകണം? ഓ, സ്ട്രോബെറി വേണം. അമ്മിക്കുട്ടീൻ്റെ സ്ട്രോബെറി വേണം. ചേച്ചി ടാറ്റ. ബൈ ബൈ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.